ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ബന്ധപ്പെട്ട മോഡൽ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ചോദ്യം 1. 6 അളവ് ബാർലി ആരാണ് റൂത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തത്? എ. ഭൃത്യൻ, ബി. വേലക്കാരി, സി. ബോവാസ്, ഡി. കാര്യസ്ഥൻ. ഉത്തരം സി. ബോവാസ്. ചോദ്യം 2. കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം ആരാണ് പറഞ്ഞത്? എ. റൂത്ത്, ബി. ബോവാസ്, സി. ഭൃത്യൻ, ഡി. നവോമി. ഉത്തരം ഡി. നവോമി. ചോദ്യം 3. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക ആരോട് പറഞ്ഞു? എ. ശ്രേഷ്ഠന്മാർ ബോവാസിനോട്, ബി. നഗര കവാടത്തിൽ നിന്നിരുന്നവർ ബോവാസിനോട്, സി. ബന്ധു ബോവാസിനോട്, ഡി. സ്നേഹിതൻ ബോവാസിനോട്. ഉത്തരം സി. ബന്ധു ബോവാസിനോട്. ചോദ്യം 4. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? എ. 2 ഏഫ ബാർലി, ബി. 1 ഏഫ ഗോതമ്പ്, സി. 1 അളവ് ബാർലി, ഡി. 1 ഏഫ ബാർലി. ഉത്തരം ഡി. 1 ഏഫ ബാർലി. ചോദ്യം 5. പേരസിൻ്റെ പുത്രൻ ആര്? എ. ഓബദ്, ബി. ഹെബ്രോൻ, സി. നഹ്ഷോൻ, ഡി. സൽമോൻ. ഉത്തരം ബി. ഹെബ്രോൻ. ചോദ്യം 6. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? എ. ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ ഉണ്ടായിരുന്നവരും, ബി. ശ്രേഷ്ഠന്മാരും പുരോഹിത പ്രമുഖന്മാരും, സി. ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ അവശേഷിച്ചവരും, ഡി. ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ഉത്തരം ഡി. ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 7. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? എ. ദൈവം തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു, ബി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു, സി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി ആശ്വസിപ്പിക്കുന്നു, ഡി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി സംരക്ഷിക്കുന്നു. ഉത്തരം ബി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ചോദ്യം 8. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? എ. വീഞ്ഞിൽ മുക്കി, ബി. തേനിൽ മുക്കി, സി. തേൻ പുരട്ടി, ഡി. വീഞ്ഞു പുരട്ടി. ഉത്തരം എ. വീഞ്ഞിൽ മുക്കി. ചോദ്യം 9. അധ്യായവും വാക്യവും ഏത്? നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഇന്ന് തന്നെ തീരുമാനമാകും. എ. റൂത്ത് 2:18, ബി. റൂത്ത് 1:19, സി. റൂത്ത് 3:18, ഡി. 1 സാമുവേൽ 3:21. ഉത്തരം സി. റൂത്ത് 3:18. ചോദ്യം 10. അധ്യായവും വാക്യവും ഏത്? യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവും ആകട്ടെ. എ. റൂത്ത് 2:19, ബി. റൂത്ത് 4:12, സി. റൂത്ത് 4:19, ഡി. 1 സാമുവേൽ 4:11. ഉത്തരം ബി. റൂത്ത് 4:12. ചോദ്യം 11. ആരാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? എ. മൂഢൻ, ബി. മടിയൻ, സി. ഭോഷൻ, ഡി. അലസൻ. ഉത്തരം സി. ഭോഷൻ. ചോദ്യം 12. തെറ്റുപറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുതെന്നാണ് പറയുന്നത്? എ. ദൈവത്തോട്, ബി. രാജാവിനോട്, സി. സുഹൃത്തിനോട്, ഡി. ദൂതനോട്. ഉത്തരം ഡി. ദൂതനോട്. ചോദ്യം 13. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. എ. സുഖഭോഗങ്ങൾ, ബി. സമ്പത്ത്, സി. സന്തോഷം, ഡി. സുഖദുഃഖങ്ങൾ. ഉത്തരം എ. സുഖഭോഗങ്ങൾ. ചോദ്യം 14. ഡാഷ് എത്രയായാലും അവന് മതി വരുന്നില്ല. പൂരിപ്പിക്കുക. എ. സമ്പത്ത്,
ബി പണം, സി പ്രശസ്തി, ഡി ധനം. ഉത്തരം ഡി ധനം. ചോദ്യം 15. സൂര്യന് കീഴെ എന്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് 6:1 സഭാപ്രസംഗകൻ പറയുന്നത്? എ മനുഷ്യർക്ക് ദുർവഹമായൊരു നന്മ, ബി മനുഷ്യർക്ക് അസഹ്യമായൊരു തിന്മ, സി മനുഷ്യർക്ക് അവിശ്വസനീയമായ ഒരു തിന്മ, ഡി മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ. ഉത്തരം ഡി മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ. ചോദ്യം 16. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള എന്തിനേക്കാളും പാഴ്വേലയേക്കാളും ഉത്തമമായിട്ടുള്ളത്? എ സമാധാനം, ബി അധ്വാനം, സി സമ്പത്ത്, ഡി ആശ്വാസം. ഉത്തരം ബി അധ്വാനം. ചോദ്യം 17. സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? എ ന്യായാസനത്തിൽ, ബി സിംഹാസനത്തിൽ, സി ദേവാലയത്തിൽ, ഡി ന്യായപീഠത്തിൽ. ഉത്തരം ഡി ന്യായപീഠത്തിൽ. ചോദ്യം 18. കരയാൻ ഒരു കാലം ഡാഷ് വിലപിക്കാൻ ഒരു കാലം പൂരിപ്പിക്കുക. എ ആനന്ദിക്കാൻ ഒരു കാലം, ബി സന്തോഷിക്കാൻ ഒരു കാലം, സി ആഹ്ലാദിക്കാൻ ഒരു കാലം, ഡി ചിരിക്കാൻ ഒരു കാലം. ഉത്തരം ഡി ചിരിക്കാൻ ഒരു കാലം. ചോദ്യം 19. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? എ വിവേകം, ബി വിനയം, സി ദൈവഭക്തി, ഡി ജ്ഞാനം. ഉത്തരം ഡി ജ്ഞാനം. ചോദ്യം 20. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നത് എന്ത്? എ സമ്പത്ത്, സമാധാനം, കീർത്തി, ബി സമ്പത്ത്, ഐശ്വര്യം, കീർത്തി, സി സമ്പത്ത്, സമാധാനം, സൽകീർത്തി, ഡി ധനം, ഐശ്വര്യം, കീർത്തി. ഉത്തരം ബി സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. ചോദ്യം 21. ആര് വെറും മൃഗങ്ങൾ ആണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ കരുതിയത്? എ മനുഷ്യവർഗം, ബി ദുഷ്ടന്മാരുടെ മക്കൾ, സി പാപികളുടെ മക്കൾ, ഡി മനുഷ്യമക്കൾ. ഉത്തരം ഡി മനുഷ്യമക്കൾ. ചോദ്യം 22. അധ്യായവും വാക്യവും ഏത്? ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ്. എ സഭാപ്രസംഗകൻ 3:18, ബി സഭാപ്രസംഗകൻ 2:21, സി സഭാപ്രസംഗകൻ 4:11, ഡി സഭാപ്രസംഗകൻ 5:28. ഉത്തരം ബി സഭാപ്രസംഗകൻ 2:21. ചോദ്യം 23. അധ്യായവും വാക്യവും ഏത്? ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു, എന്നാൽ അമിത സമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുന്നു. എ സഭാപ്രസംഗകൻ 3:18, ബി സഭാപ്രസംഗകൻ 2:21, സി സഭാപ്രസംഗകൻ 4:11, ഡി സഭാപ്രസംഗകൻ 5:12. ഉത്തരം ഡി സഭാപ്രസംഗകൻ 5:12. ചോദ്യം 24. അധ്യായവും വാക്യവും ഏത്? സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. എ സഭാപ്രസംഗകൻ 6:11, ബി സഭാപ്രസംഗകൻ 2:21, സി സഭാപ്രസംഗകൻ 4:11, ഡി സഭാപ്രസംഗകൻ 5:12. ഉത്തരം എ സഭാപ്രസംഗകൻ 6:1. ചോദ്യം 25. പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്ത്? എ പിതാവിൻ്റെ പ്രവൃത്തികൾ, ബി സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, സി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ, ഡി എന്നെ അയച്ചവൻ്റെ വചനം പ്രഘോഷിക്കുക. ഉത്തരം സി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 26. അന്ത്രയോസ് ആരെയാണ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? എ യോഹന്നാൻ, ബി ശിമയോൻ, സി യാക്കോബ്, ഡി പീലിപ്പോസ്. ഉത്തരം ബി ശിമയോൻ. ചോദ്യം 27. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു. പൂരിപ്പിക്കുക. എ ജീവൻ്റെ വെള്ളം, ബി ആത്മാവിനെ, സി ജീവജലം, ഡി പാപമോചനം. ഉത്തരം സി ജീവജലം.
ചോദ്യം 28. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? എ. ജെറുസലേം നിവാസികളുടെ, ബി. യഹൂദരുടെ, സി. ഗലീലിയരുടെ, ഡി. ഫരിസേയരുടെ. ഉത്തരം ബി. യഹൂദരുടെ. ചോദ്യം 29. ലാസറിനെ ഉയർപ്പിച്ച അടയാളം കേട്ടതുകൊണ്ട് ആരാണ് യേശുവിനെ സ്വീകരിക്കാൻ വന്നത്? എ. യഹൂദർ, ബി. ജനപ്രമാണികൾ, സി. യൂദയ നിവാസികൾ, ഡി. ജനക്കൂട്ടം. ഉത്തരം ഡി. ജനക്കൂട്ടം. ചോദ്യം 30. ഏതെങ്കിലും ഡാഷ് മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പൂരിപ്പിക്കുക. എ. നന്മ പ്രവൃത്തികൾ, ബി. നല്ല വാക്ക്, സി. നല്ല പ്രവൃത്തികൾ, ഡി. സത്പ്രവൃത്തികൾ. ഉത്തരം സി. നല്ല പ്രവൃത്തികൾ. ചോദ്യം 31. യേശു ആർക്കാണ് നിത്യജീവൻ നൽകുന്നത്? എ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, ബി. തൻ്റെ ആടുകൾക്ക്, സി. തൻ്റെ വചനം പാലിക്കുന്നവർക്ക്, ഡി. തന്നെ അനുഗമിക്കുന്നവർക്ക്. ഉത്തരം ബി. തൻ്റെ ആടുകൾക്ക്. ചോദ്യം 32. യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ ശാഖകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടത് ആര്? എ. ജെറുസലേം നിവാസികൾ, ബി. വലിയൊരു ജനാവലി, സി. വലിയ ജനക്കൂട്ടം, ഡി. വലിയൊരു സമൂഹം. ഉത്തരം സി. ഒരു വലിയ ജനക്കൂട്ടം. ചോദ്യം 33. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആര്? എ. അന്നാസ്, ബി. പ്രധാന പുരോഹിതൻ, സി. കയ്യാഫാസ്, ഡി. പുരോഹിത ശ്രേഷ്ഠൻ. ഉത്തരം സി. കയ്യാഫാസ്. ചോദ്യം 34. മോശയുടെ നിയമത്തിലും ഡാഷ് ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. പൂരിപ്പിക്കുക. എ. സങ്കീർത്തനങ്ങളിലും, ബി. വിശുദ്ധ ഗ്രന്ഥത്തിലും, സി. പ്രവാചക ഗ്രന്ഥങ്ങളിലും, ഡി. പ്രവചനങ്ങളിലും. ഉത്തരം സി. പ്രവാചക ഗ്രന്ഥങ്ങളിലും എന്നാണ്. ചോദ്യം 35. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? എ. യഹൂദർ, ബി. ശിഷ്യന്മാർ, സി. ഫരിസേയർ, ഡി. നിയമജ്ഞർ. ഉത്തരം എ. യഹൂദർ. ചോദ്യം 36. ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? എ. പുരോഹിതരെ ഭയന്ന്, ബി. ജനങ്ങളെ ഭയന്ന്, സി. ഫരിസേയരെ ഭയന്ന്, ഡി. യഹൂദരെ ഭയന്ന്. ഉത്തരം ഡി. യഹൂദരെ ഭയന്ന്. ചോദ്യം 37. സമരിയായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? എ. ഗലീലി, ബി. കഫർനാം, സി. യൂദയ, ഡി. ജെറുസലേം. ഉത്തരം എ. ഗലീലി. ചോദ്യം 38. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്? എ. ദേവാലയത്തിൽ വെച്ച്, ബി. ദേവാലയ അങ്കണത്തിൽ വെച്ച്, സി. ദേവാലയത്തിന് പുറത്തു വെച്ച്, ഡി. ബെത്സദ കുളക്കരയിൽ വെച്ച്. ഉത്തരം എ. ദേവാലയത്തിൽ വെച്ച്. ചോദ്യം 39. നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? യേശു ആരോടാണ് ഇത് ചോദിച്ചത്? എ. സക്കേവൂസിനോട്, ബി. അരിമത്തിയക്കാരൻ ജോസഫ്, സി. ഗമാലിയേൽ, ഡി. നിക്കദേമോസ്. ഉത്തരം ഡി. നിക്കദേമോസ്. ചോദ്യം 40. ആരുടെ കയ്യിലായിരുന്നു പണസഞ്ചി? എ. യൂദാസ്ലീഹ, ബി. ശിമയോൻ, സി. പീലിപ്പോസ്, ഡി. യൂദാസ് കറിയാത്ത. ഉത്തരം ഡി. യൂദാസ് കറിയോത്ത. ചോദ്യം 41. നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആരാണ് പറഞ്ഞത്? എ. ജനങ്ങൾ, ബി. ശിഷ്യന്മാർ, സി. യഹൂദർ, ഡി. ഫരിസേയർ. ഉത്തരം സി. യഹൂദർ. ചോദ്യം 42. യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്ത് സ്വീകരിച്ചു? എ. അവൻ്റെ അപരിമേയമായ കൃപ, ബി. മഹത്വത്തിനുമേൽ മഹത്വം, സി. കൃപയ്ക്കുമേൽ കൃപ, ഡി. നിത്യജീവൻ്റെ വാഗ്ദാനം. ഉത്തരം സി. കൃപയ്ക്കുമേൽ കൃപ. ചോദ്യം 43. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വെച്ചാണ് പറഞ്ഞത്? എ. സോളമൻ്റെ മണ്ഡപത്തിൽ, ബി. ദേവാലയത്തിൽ, സി. കഫർനാമിലെ സിനഗോഗിൽ, ഡി. ഒലിവുമലയിൽ.
ഉത്തരം സി കഫർനാമിലെ സിനഗോഗിൽ. ചോദ്യം 44. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷമെടുത്തു? എ 46 മാസങ്ങൾ, ബി 46 വർഷങ്ങൾ, സി 46 സംവത്സരം, ഡി 40 സംവത്സരം. ഉത്തരം സി 46 സംവത്സരം. ചോദ്യം 45. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചത് എന്ത്? എ എവിടെയാണ് ലാസറിനെ അടക്കിയിരിക്കുന്നത്, ബി കല്ലറ എവിടെയാണ്, സി അവൻ്റെ ശവകുടീരം എവിടെയാണ്, ഡി അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്. ഉത്തരം ഡി അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്. ചോദ്യം 46. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, പൂരിപ്പിക്കുക. എ യഥാർത്ഥ യഹൂദർ, ബി സകല മനുഷ്യരും, സി യഥാർത്ഥ ആരാധകർ, ഡി സകലരും. ഉത്തരം സി യഥാർത്ഥ ആരാധകർ. ചോദ്യം 47. ഡാഷ് അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, പൂരിപ്പിക്കുക. എ ദൈവം, ബി മോശ, സി അബ്രാഹം, ഡി മനുഷ്യൻ. ഉത്തരം ബി മോശ. ചോദ്യം 48. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ, പൂരിപ്പിക്കുക. എ പ്രകാശം, ബി പ്രത്യാശ, സി ജീവൻ, ഡി വചനം. ഉത്തരം സി ജീവൻ. ചോദ്യം 49. യേശു ബഥാനിയയിലേക്ക് വന്നത് എന്നാണ്? എ പെസഹായോടനുബന്ധിച്ച്, ബി പെസഹായ്ക്ക് 6 ദിവസം പിമ്പ്, സി പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്, ഡി പെസഹായ്ക്ക് 6 ദിവസത്തിന് ശേഷം. ഉത്തരം സി പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. ചോദ്യം 50. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല, പൂരിപ്പിക്കുക. എ ദൈവപുത്രൻ, ബി ഞാൻ, സി മനുഷ്യപുത്രൻ, ഡി ഞാനാകുന്ന അപ്പം. ഉത്തരം സി മനുഷ്യപുത്രൻ. ചോദ്യം 51. സത്യത്തിന് സാക്ഷ്യം നൽകിയവൻ ആര്? എ യോഹന്നാൻ, ബി യേശു, സി ക്രിസ്തു, ഡി ഏലിയ. ഉത്തരം എ യോഹന്നാൻ. ചോദ്യം 52. ഒരു ദെനാറ എത്ര? എ ഒരാഴ്ചത്തെ കൂലി, ബി ഒരു ഷെക്കേലിൻ്റെ 100-1, സി ഒരു ദിവസത്തെ കൂലി, ഡി ഒരു മാസത്തെ കൂലി. ഉത്തരം സി ഒരു ദിവസത്തെ കൂലി. ചോദ്യം 53. പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? എ 3, ബി 4, സി 5, ഡി 6. ഉത്തരം ഡി 6. ചോദ്യം 54. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിരിക്കുകയില്ല, പൂരിപ്പിക്കുക. എ നിത്യജീവൻ, ബി ജീവൻ, സി ദൈവകൃപ, ഡി ദൈവിക ജീവൻ. ഉത്തരം ബി ജീവൻ. ചോദ്യം 55. യേശു പരിചാരകരോട് കൽപ്പിച്ചത് എന്ത്? എ ഭരണികൾ നിറയ്ക്കുവിൻ, ബി പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ, സി ഭരണികളിൽ വെള്ളം കോരുവിൻ, ഡി ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ഉത്തരം ഡി ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ചോദ്യം 56. ഈ മനുഷ്യനെപ്പറ്റി ഡാഷ് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്, പൂരിപ്പിക്കുക. എ ഏലിയ, ബി ഏശയ്യ, സി യോഹന്നാൻ, ഡി മോശ. ഉത്തരം സി യോഹന്നാൻ. ചോദ്യം 57. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? എ വചനം പാലിക്കുക, ബി അവനിൽ വിശ്വസിക്കുക, സി പുത്രനെ അനുഗമിക്കുക, ഡി നിത്യജീവൻ. ഉത്തരം ഡി നിത്യജീവൻ. ചോദ്യം 58. യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? എ പുരോഹിതരും ഫരിസേയരും, ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, ഡി പുരോഹിത പ്രമുഖന്മാരും ലേവ്യരും. ഉത്തരം സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 59. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? എ ഗലീലിയിലേക്ക്, ബി കഫർനാമിലേക്ക്, സി യൂദയായിലേക്ക്, ഡി ജെറുസലേമിലേക്ക്. ഉത്തരം
ബി കഫർനാമിലേക്ക്. ചോദ്യം 60. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? എ. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ബി. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പ് ഊരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. സി. എൻ്റെ പുറകെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഡി. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഉത്തരം ഡി. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ചോദ്യം 61. യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെടുന്നത്? എ. ദൈവം. ബി. പിതാവ്. സി. അബ്രാഹം. ഡി. മോശ. ഉത്തരം സി. അബ്രാഹം. ചോദ്യം 62. ആരാണ് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്? എ. ദൈവം അംഗീകരിച്ചവൻ. ബി. ദൈവം തിരഞ്ഞെടുത്തവൻ. സി. ദൈവത്തിൻ്റെ ആത്മാവ്. ഡി. ദൈവം അയച്ചവൻ. ഉത്തരം ഡി. ദൈവം അയച്ചവൻ. ചോദ്യം 63. യേശു സമരിയാക്കാരിയോട് സംസാരിച്ചത് എന്ത്? എ. എനിക്ക് കുടിക്കാൻ വെള്ളം തരുക. ബി. എനിക്ക് കുടിക്കാൻ ജലം തരുക. സി. എനിക്ക് ദാഹിക്കുന്നു. ഡി. എനിക്ക് കുടിക്കാൻ തരുക. ഉത്തരം ഡി. എനിക്ക് കുടിക്കാൻ തരുക. ചോദ്യം 64. യേശു വന്നു കാണുക എന്ന് പറഞ്ഞ സമയം ഏതാണ്? എ. ഏകദേശം 3-ാം മണിക്കൂർ. ബി. ഏകദേശം 6-ാം മണിക്കൂർ. സി. ഏകദേശം 9-ാം മണിക്കൂർ. ഡി. ഏകദേശം 10-ാം മണിക്കൂർ. ഉത്തരം ഡി. ഏകദേശം 10-ാം മണിക്കൂർ. ചോദ്യം 65. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞതെന്ത്? എ. ലാസറെ എഴുന്നേൽക്കുക. ബി. ലാസറെ ശ്രവിക്കുക. സി. നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഡി. ലാസറെ പുറത്തു വരിക. ഉത്തരം ഡി. ലാസറെ പുറത്തു വരിക. ചോദ്യം 66. ബഥാനിയ എവിടെയാണ്? എ. ജോർദാന് സമീപം. ബി. ജോർദാൻ്റെ അക്കരെ. സി. ജോർദാൻ്റെ ഇക്കരെ. ഡി. ജോർദാൻ്റെ തീരത്ത്. ഉത്തരം ബി. ജോർദാൻ്റെ അക്കരെ. ചോദ്യം 67. അധ്യായവും വാക്യവും ഏത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. എ. യോഹന്നാൻ 1:14. ബി. യോഹന്നാൻ 1:34. സി. യോഹന്നാൻ 1:12. ഡി. യോഹന്നാൻ 1:39. ഉത്തരം ഡി. യോഹന്നാൻ 1:39. ചോദ്യം 68. അധ്യായവും വാക്യവും ഏത്? അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. എ. യോഹന്നാൻ 1:45. ബി. യോഹന്നാൻ 1:51. സി. യോഹന്നാൻ 1:39. ഡി. യോഹന്നാൻ 1:40. ഉത്തരം ബി. യോഹന്നാൻ 1:51. ചോദ്യം 69. സമാനവാക്യം അല്ലാത്തത് ഏത്? എ. ഉൽപ്പത്തി 1:1. ബി. വെളിപാട് 19:13. സി. 1 യോഹന്നാൻ 1:1. ഡി. യോഹന്നാൻ 7:5. ഉത്തരം ഡി. യോഹന്നാൻ 7:5. ചോദ്യം 70. സമാനവാക്യം അല്ലാത്തത് ഏത്? എ. 1 യോഹന്നാൻ 1:3. എ. 1 കൊറിന്തോസ് 8:6. ബി. 1 തിമോത്തിയോസ് 4:7. സി. ഹെബ്രായർ 1:2. ഡി. കൊളോസോസ് 1:16. ഉത്തരം ബി. 1 തിമോത്തിയോസ് 4:7. ചോദ്യം 71. അധ്യായവും വാക്യവും ഏത്? സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. എ. യോഹന്നാൻ 3:35. ബി. യോഹന്നാൻ 3:23. സി. യോഹന്നാൻ 3:38. ഡി. യോഹന്നാൻ 3:33. ഉത്തരം ബി. യോഹന്നാൻ 3:23. ചോദ്യം 72. അധ്യായവും വാക്യവും ഏത്? ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു. എ. യോഹന്നാൻ 3:36.
ബി യോഹന്നാൻ 3:24, സി യോഹന്നാൻ 3:39, ഡി യോഹന്നാൻ 3:1. ഉത്തരം ഡി യോഹന്നാൻ 3:1. ചോദ്യം 73. അധ്യായവും വാക്യവും ഏത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. എ യോഹന്നാൻ 3:5, ബി യോഹന്നാൻ 3:25, സി യോഹന്നാൻ 3:40, ഡി യോഹന്നാൻ 3:2. ഉത്തരം എ യോഹന്നാൻ 3:5. ചോദ്യം 74. സമാനവാക്യം അല്ലാത്തത് ഏത്? യോഹന്നാൻ 3:3, എ യോഹന്നാൻ 1:13, ബി 1 യോഹന്നാൻ 3:9, സി ലൂക്ക 4:11, ഡി 1 പത്രോസ് 1:23. ഉത്തരം സി ലൂക്ക 4:11. ചോദ്യം 75. സമാനവാക്യം ഏത്? യോഹന്നാൻ 3:5, എ റോമ 8:8, ബി തീത്തോസ് 3:5, സി 1 കോറിന്തോസ് 9:17, ഡി ഗലാത്തിയ 6:3. ഉത്തരം ബി തീത്തോസ് 3:5. ചോദ്യം 76. അധ്യായവും വാക്യവും ഏത്? പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എ യോഹന്നാൻ 4:36, ബി യോഹന്നാൻ 4:41, സി യോഹന്നാൻ 4:32, ഡി യോഹന്നാൻ 4:44. ഉത്തരം ഡി യോഹന്നാൻ 4:44. ചോദ്യം 77. അധ്യായവും വാക്യവും ഏത്? അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. എ യോഹന്നാൻ 4:48, ബി യോഹന്നാൻ 4:42, സി യോഹന്നാൻ 4:33, ഡി യോഹന്നാൻ 4:45. ഉത്തരം എ യോഹന്നാൻ 4:48. ചോദ്യം 78. സമാനവാക്യത്തിൽ പെടാത്തത് ഏത്? യോഹന്നാൻ 4:5, എ ഉൽപ്പത്തി 33:19, ബി ഉൽപ്പത്തി 48:22, സി 1 യോഹന്നാൻ 4:34, ഡി ജോഷുവ 24:32. ഉത്തരം സി 1 യോഹന്നാൻ 4:34. ചോദ്യം 79. സമാനവാക്യം അല്ലാത്തത് ഏത്? യോഹന്നാൻ 1:3, എ 1 കോറിന്തോസ് 8:6, ബി 1 തിമോത്തിയോസ് 4:7, സി ഹെബ്രായർ 1:2, ഡി കൊളോസോസ് 1:16. ഉത്തരം ബി 1 തിമോത്തിയോസ് 4:7. ചോദ്യം 80. പുത്രനെങ്കിൽ ഡാഷ് അനുസരിച്ച് അവകാശിയുമാണ് പൂരിപ്പിക്കുക. എ നിയമം, ബി വാഗ്ദാനം, സി ദൈവഹിതം, ഡി പാരമ്പര്യം. ഉത്തരം സി ദൈവഹിതം. ചോദ്യം 81. എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചത്? എ നിയമഗ്രന്ഥം, ബി പ്രവാചക ഗ്രന്ഥം, സി വിശുദ്ധ ഗ്രന്ഥം, ഡി മോശയുടെ നിയമം. ഉത്തരം സി വിശുദ്ധ ഗ്രന്ഥം. ചോദ്യം 82. ഡാഷ് ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു പൂരിപ്പിക്കുക. എ വാഗ്ദാനം, ബി പുതിയ നിയമം, സി രക്ഷ, ഡി വിശ്വാസം. ഉത്തരം ഡി വിശ്വാസം. ചോദ്യം 84. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്യക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? എ സ്നാനം, ബി വിശ്വാസം, സി ആത്മാവ്, ഡി വചനം. ഉത്തരം എ സ്നാനം. ചോദ്യം 85. ആത്മാവിനായി വിതയ്ക്കുന്നവൻ കൊയ്തെടുക്കുന്നത് എന്ത്? എ ആത്മീയ ഫലങ്ങൾ, ബി നിത്യജീവൻ, സി ആത്മാവിൻ്റെ രക്ഷ, ഡി നിത്യരക്ഷ. ഉത്തരം ബി നിത്യജീവൻ. ചോദ്യം 86. നുകത്തിന് ഡാഷ് നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് പൂരിപ്പിക്കുക. എ പാപത്തിൻ്റെ, ബി അടിമത്തത്തിൻ്റെ, സി തിന്മയുടെ, ഡി അന്ധകാരത്തിൻ്റെ. ഉത്തരം ബി അടിമത്തത്തിൻ്റെ. ചോദ്യം 87. പൗലോസ്ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? എ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ,
ബി ദൈവത്തിൻ്റെ അടയാളങ്ങൾ, സി വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ, ഡി യേശുവിൻ്റെ അടയാളങ്ങൾ. ഉത്തരം ഡി യേശുവിൻ്റെ അടയാളങ്ങൾ. ചോദ്യം 88. അധ്യായവും വാക്യവും ഏത്? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. എ ഗലാത്യ 1:17, ബി ഗലാത്യ 1:18, സി ഗലാത്യ 3:13, ഡി ഗലാത്യ 2:11. ഉത്തരം സി ഗലാത്യ 3:13. ചോദ്യം 89. അധ്യായവും വാക്യവും ഏത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. എ ഗലാത്യ 1:18, ബി ഗലാത്യ 3:26, സി ഗലാത്യ 3:14, ഡി ഗലാത്യ 2:12. ഉത്തരം ബി ഗലാത്യ 3:26. ചോദ്യം 90. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരെയാണ് ഏലി ശ്രദ്ധിച്ചത്? എ പുരോഹിതൻ, ബി ദേവാലയ ശുശ്രൂഷകൻ, സി ഹന്ന, ഡി സാമുവൽ. ഉത്തരം സി ഹന്ന. ചോദ്യം 91. എൽക്കാന ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു? എ ഇസ്രായേൽ വംശജൻ, ബി എബ്രാഹിം വംശജൻ, സി ദാൻ വംശജൻ, ഡി സൂഫ് വംശജൻ. ഉത്തരം ഡി സൂഫ് വംശജൻ. ചോദ്യം 92. എവിടെ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? എ ഗിലയാദിൽ നിന്ന്, ബി ഏദോമിൽ നിന്ന്, സി എബനേസറിൽ നിന്ന്, ഡി ഷീലോയിൽ നിന്ന്. ഉത്തരം ഡി ഷീലോയിൽ നിന്ന്. ചോദ്യം 93. മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ല് കൊണ്ട് കുത്തിയെടുക്കുന്നത് ആരാണ്? എ ദേവാലയ ഭൃത്യൻ, ബി ഏലിയുടെ പുത്രന്മാർ, സി പുരോഹിതൻ്റെ ഭൃത്യൻ, ഡി പുരോഹിതൻ്റെ വേലക്കാരൻ. ഉത്തരം സി പുരോഹിതൻ്റെ ഭൃത്യൻ. ചോദ്യം 94. കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെ? എ അഗതിയെ, ബി ദരിദ്രനെ, സി അനാഥനെ, ഡി അശരണരെ. ഉത്തരം എ അഗതിയെ. ചോദ്യം 95. ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എ ബഥേലിൽ, ബി ഗിൽഗാലിൽ, സി മിസ്പായിൽ, ഡി ജഷാനിയിൽ. ഉത്തരം സി മിസ്പായിൽ. ചോദ്യം 96. ആരായിരുന്നു ഷീലോയിലെ പുരോഹിതന്മാർ? എ ഏലിയുടെ പുത്രന്മാരായ ഫോഹ്നിയും ഫിനെഹാസും, ബി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും, സി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും, ഡി ഏലിയുടെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും. സി ഏലിയായുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ഉത്തരം ബി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 97. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബെത്ഷെമെഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്ത്? എ പശുക്കളെ കെട്ടിയ വണ്ടി, ബി ഫിലിസ്തീയ പ്രഭുക്കന്മാരെ, സി പാഞ്ഞെടുക്കുന്ന പടയാളികളെ, ഡി കർത്താവിൻ്റെ പേടകം. ഉത്തരം ഡി കർത്താവിൻ്റെ പേടകം. ചോദ്യം 98. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാക്കാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ആരുടെ? എ ഏലി, ബി സാമുവൽ, സി ദാവീദ്, ഡി സോളമൻ. ഉത്തരം ബി സാമുവൽ. ചോദ്യം 99. അധ്യായവും വാക്യവും ഏത്? കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്, അത് കേൾക്കുന്നവൻ്റെ ഇരുചെവികളും തരിച്ചു പോകും. എ ഗലാത്യ 5:22, ബി 1 സാമുവൽ 2:4, സി 1 സാമുവൽ 2:12, ഡി 1 സാമുവൽ 3:11. ഉത്തരം ഡി 1 സാമുവൽ 3:11. ചോദ്യം 100. അധ്യായവും വാക്യവും ഏത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. എ 1 സാമുവൽ 4:5, ബി 1 സാമുവൽ 2:5, സി 1 സാമുവൽ 2:11, ഡി 1 സാമുവൽ 3:12. ഉത്തരം എ 1 സാമുവൽ 4:5.
ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.